ഗൈസ്, ഇന്നലെ ആണല്ലോ ഇന്ത്യയുടെ അണ്ടർ 23 മാച്ച് അഗെയിൻസ്റ്റ് കിർഗിസ്ഥാൻ സംഭവിച്ചത്. 0-0 ഡ്രോ ആയിരുന്നു. ആ ഒരു മത്സരത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ ആ മത്സരത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നതിനേക്കാൾ ഈ ഒരു അണ്ടർ 23 ക്യാമ്പയിൻ 2 മത്സരങ്ങൾ തജിക്കിസ്ഥാനെതിരെയും കിർഗിസ്ഥാനെതിരെയും കളിച്ചു. തജിക്കിസ്ഥാനെതിരെ 3-2 എന്ന സ്കോറിലാണ് പരാജയപ്പെട്ടത്. ഇന്നലെ നടന്ന മത്സരം 0-0 ഡ്രോ ആവുകയായിരുന്നു. അപ്പം മൊത്തത്തിലുള്ളൊരു ക്യാമ്പയിൻ, പ്ലേയേഴ്സിൻ്റെ പ്രകടനങ്ങൾ, കോച്ചിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതുപോലെ ഇന്നലത്തെ മത്സരത്തെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നിട്ട് പ്രധാന വിഷയത്തിലേക്ക് കടക്കുക. അതായത് മൊത്തത്തിലുള്ള ക്യാമ്പയിനിലേക്ക് എങ്ങനെ വന്നിരുന്നു നമ്മുടെ ഈ ഒരു ടീം എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം. ഈ മാച്ചിലേക്ക് വരുന്ന സമയത്ത് തജിക്കിസ്ഥാനേക്കാൾ കിർഗിസ്ഥാൻ ഒരു ഫിസിക്കൽ അഡ്വാൻറ്റേജ് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഫിസിക്കലി ഇന്ത്യക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ്. തജിക്ക് മാച്ചിൽ അത്രയ്ക്കധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ അപ്പ് ഫ്രണ്ട്, അതായത് അറ്റാക്കിംഗ് വൈസ് അത്ര ഒരു മികച്ചതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകൾ ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നില്ല. ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവും കാര്യങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഗോൾ അടിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോയത്. എന്നാൽ തജിക് മാച്ചിൽ നമുക്കറിയാം അവർ നിരന്തരം അറ്റാക്കിംഗ് സൈഡ് സ്ട്രോങ് ആയിരുന്നു. എന്നാൽ പിന്നെ ഇപ്പം ഡിഫെൻസീവ്ലി ആണെങ്കിലും ചില വീക്ക്നെസ്സുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കത് കൃത്യമായിട്ട് മുതലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഫിസിക്കലി നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. മത്സരത്തിന് തുടക്കത്തിൽ പ്രത്യേകിച്ച്, പിന്നാണ് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ആയി വന്നത്. ഡിഫെൻസും സെറ്റായിരുന്നു. ഇപ്പം മിഡ്ഫീൽഡ് ഒന്നും പറയാനില്ല, ഒരു വലിയൊരു ആധികാരിക തന്നെ പറഞ്ഞ കിർഗിസ്ഥാൻ ഉണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിലും ഇന്ത്യയുടെ മിഡ്ഫീൽഡ് അത്ര മികച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ ഇന്ത്യയുടെ ഡിഫൻസ് അത്യാവശ്യം കരുതലോടെ തന്നെ ഈ ഒരു മത്സരത്തിൽ കളിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ കീപ്പറിന് വലിയ ചലഞ്ചുകളിലായിരുന്നു. കഴിഞ്ഞ മത്സരം വെച്ച് നോക്കുമ്പോൾ സാഹിൽ പൂനിയാണ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നത്, പ്രിയാൻഷ് ദുബെയെ മാറ്റിയിട്ട്. എന്നാൽ അദ്ദേഹം അത്യാവശ്യം കോൺഫിഡൻസ് ആയിരുന്നു ആദ്യം തൊട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ മുന്നോട്ട് വരേണ്ട സമയത്ത് ഔട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം അത് ചെയ്യുന്നുണ്ടായിരുന്നു. 1-2 നല്ല സേവുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി പരിശീലകനായിട്ടുള്ള നൗഷാദ് മൂസയിലേക്ക് പറയുന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മത്സരത്തിൽ വീക്കാണെന്ന് തോന്നുന്ന പൊസിഷൻസിൽ പ്ലേയേഴ്സിനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യ മാച്ചിൽ നിന്ന് ഈ മാച്ചിൽ അവസരം കിട്ടാത്ത കുറേ പ്ലേയേഴ്സിനെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ ഇമ്പ്രസ് ചെയ്യാത്തവരെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതൊക്കെ ആ ഒരു കാര്യം വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇപ്പം സെക്കൻഡ് ഹാഫിൽ ജോസഫ് സണ്ണിയെ കൊണ്ടുവന്നിട്ട് പിന്നീട് ജോസഫ് സണ്ണിയെ മാറ്റിയിട്ട് വരുന്നതൊക്കെ ഒരു തീരുമാനം അതിൽ നിന്ന് ഉണ്ടായതാണ്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നല്ല കമാൻഡിങ് ആണ്. അദ്ദേഹം 90 മിനിറ്റിൽ 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ. ഫുൾ ടൈം പ്ലേയേഴ്സിനെ കമാൻഡ് ചെയ്യുകയും പ്രസ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ക്ലോസ് ഡൗൺ ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് എപ്പോഴും കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ പലപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫുള്ളായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ പ്ലേയേഴ്സിനെ ഒരു എഫേർട്ട് ഇട്ട് കളിക്കാനായിട്ടൊക്കെ പറ്റിയത്. ഇപ്പം സീനിയർ ടീമിൻ്റെ മാച്ച് വെച്ച് നോക്കുമ്പോൾ അണ്ടർ 23 മാച്ചിൻ്റെ ഒരു മത്സരങ്ങൾ വളരെ എനിക്കൊരു ഇമ്പ്രസ് ചെയ്യിച്ചു. കാരണം ഒരു നല്ലൊരു വ്യത്യാസം തന്നെ കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ റിസൾട്ടുകൾ 2 മത്സരങ്ങളിലൊരു തോൽവിയും ഒരു സമനിലയാണെങ്കിൽ കൂടി, പ്രത്യേകിച്ച് ആദ്യത്തെ മത്സരത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത്, ഈ മത്സരത്തിൽ അത്യാവശ്യം നല്ല മത്സരം കൊടുത്ത കിർഗിസ്ഥാനെതിരെ അത്യാവശ്യം മാച്ച് ചെയ്യാനായിട്ട് പറ്റിയത് പറയുന്നത് നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണല്ലോ. പിന്നെ ടെക്നിക്കലി നല്ല ചില ടാലൻസ് ഈ ഒരു ടീമിലുണ്ട് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഈ ഒരു ക്യാമ്പയിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വാഡിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പം റിസൾട്ടുകൾ ഒരിക്കലും മാറ്റർ അല്ല, കാരണം ആദ്യ സ്റ്റേജിലുള്ള മത്സരങ്ങളാണ്. അപ്പോൾ ഈ ഒരു മാച്ചസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പ്രധാനമായിട്ട് വരുന്ന ക്വാളിഫയേഴ്സിലെ പ്രകടനം, അല്ലെങ്കിൽ ഈ ടീമിൽ നിന്ന് എത്ര പേർക്ക് നാഷണൽ ടീമിൽ കളിക്കാനുള്ള, സീനിയർ ടീമിൽ കളിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കണ്ടെത്തുക എന്നുള്ള കാര്യമാണ്. ആദ്യം ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് സാഹിൽ പൂനിയ തന്നെയാണ് ഇമ്പ്രസീവായിട്ട് തോന്നിയത്. എനിക്ക് ഈ ഒരു സ്ക്വാഡ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ സാഹിൽ പൂനിയയാണ് ഞാൻ മത്സരങ്ങൾ കണ്ടൊരു ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അന്ന് ആ പേര് പറഞ്ഞത്. പ്രിയാൻഷ് ദുബെ അത്ര ഇമ്പ്രസ് ചെയ്യിച്ചില്ല. അർബാസിനാണെങ്കിൽ അവസരവും കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയേണ്ടത്. ഇനി നമുക്ക് ഡിഫൻസിലേക്ക് വരാം. ഡിഫൻസിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ബികാഷ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഒരു ലീഡർ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് നടത്താൻ സാധിച്ചു. പരംവീർ ആണെങ്കിലും 18 വയസ്സേ ഉള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കണം. അദ്ദേഹത്തിന് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റി. ചില മിസ്പാസ് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് മാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം മിസ്പാസുകൾ വന്നു. അതല്ലാണ്ട് ഡിഫൻസീവ് സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു കോംബോ തന്നെയായിട്ടാണ് എനിക്ക് ബികാഷ് പരംവീർ തോന്നിയിട്ടുള്ളത്. ഇനി വിങ് ബാക്സിലേക്ക് വരുന്ന സമയത്ത് നിഖിൽ ബെർല ആൻഡ് സഹീഫ്, ഇവർ എനിക്ക് ഒട്ടും ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി സഹീഫ് ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനമല്ലായിരുന്നു. അതിൽ ദീപേന്ദു വിശ്വാസാണ് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചു. എസ്പെഷ്യലി അദ്ദേഹം ഒരു ഡിഫൻസീവ് റോളിലാണ് നന്നായിട്ട് കളിച്ചത്. പിന്നെ അഭിഷേക് സിംഗിൻ്റെ പ്രകടനമാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫാക്ടറായിട്ടുള്ളത്. അഭിഷേക് സിംഗ് വളരെ നല്ല പ്രകടനം തന്നെയാണ്. ഈ ഒരു സ്ക്വാഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് റോളിൽ അറ്റാക്കിംഗ് വേസ് ആണെങ്കിലും ഡിഫൻസീവ് വേസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ചില എബിലിറ്റീസ് ആണെങ്കിലും
എല്ലാം ഇമ്പ്രസീവാണ്. അതുപോലെ വിങ്ങേഴ്സുമായിട്ടൊക്കെ നടന്ന ചില ലിങ്ക് പ്ലേ എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഈ ഒരു സ്ക്വാഡിൻ്റെ മിഡ്ഫീൽഡ് അത്ര പ്രതീക്ഷ നൽകുന്ന പ്രകടനമല്ല രണ്ട് മത്സരങ്ങളും നടത്തിയത്. ഇപ്പം വിപിനാണെങ്കിലും നാംദെ ആണെങ്കിലും ആയുഷ് ഛേത്രി ആണെങ്കിലും എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ടൊന്നും തോന്നിയില്ല. അതിൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള രണ്ട് താരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫനായി ആൻഡ് ഷിവാൾഡോ എന്നീ താരങ്ങളാണ്. ഇതിൽ ഫനായാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ ഇപ്പോൾ ആയുഷ് ഛേത്രിയുടെ ആ റോൾ വന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. ഇതിൽ ഏറ്റവും നന്നായിട്ട് മിഡ്ഫീൽഡ് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ മക്കാത്തൻ തന്നെയാണ്. മക്കാത്തൻ ഒരു സെൻട്രൽ മിഡായിട്ടും AM ആയിട്ടും ഒക്കെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി വിങ്ങേഴ്സിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴും എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയത് ഐമാൻ്റെ പ്രകടനം തന്നെയാണ്. ഇപ്പം ഈ മാച്ചിലാണെങ്കിലും കഴിഞ്ഞ മാച്ചിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. നാഷണൽ ടീമിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ അദ്ദേഹം കളിക്കാൻ കേപ്പബിളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് നടത്തിയത്. പക്ഷേ ബാക്കി വിങ്ങേഴ്സിൻ്റെ കാര്യം ഇപ്പം സനാനാണെങ്കിൽ ലാസ്റ്റ് മാച്ച് അത്ര ഇമ്പ്രസീവ് അല്ലായിരുന്നു. അതുപോലെ വിനീത് വെങ്കടേഷ് ആണെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് റെഡി ആയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം തോന്നി. കോറു സിംഗ് അദ്ദേഹത്തിൻ്റെ പ്രകടനം ലാസ്റ്റ് മാച്ചിൽ അത്ര ഇമ്പ്രസീവ് അല്ലായിരുന്നു. പക്ഷേ അണ്ടർ 17, അണ്ടർ 20 കാറ്റഗറികളിലൊക്കെ ഇൻ്റർനാഷണൽ ഫുട്ബോളിന് പറ്റിയ പ്ലെയർ ആണെന്ന് പ്രൂവ് ചെയ്തതാണ്. ചിലപ്പം ഇന്നലത്തെ ഒരു ഡേയുടെ ഒരു കാര്യമാണോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഇന്നലത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ കോറു സിംഗ് അത്ര ഇമ്പ്രസീവ് അല്ലായിരുന്നു. ഇനി സെൻട്രൽ ഫോർവേഡ്സിലേക്ക് വരുന്ന സമയത്ത് സുഹൈൽ ബട്ട് നല്ല പെർഫോമൻസ് ആണ് നടത്തി. ഇപ്പം ആദ്യ മാച്ചിൽ ഗോൾ അടിച്ചു, കഴിഞ്ഞ മാച്ചിൽ ഒരു ഓഫ് സൈഡ് ഒരു ഗോൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ റണ്ണും അന്ന് ജസ്റ്റ് ഡ്രിബിൾ ചെയ്ത ആ ഒരു കേപ്പബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹൈപ്പ് ചെയ്യില്ല, പക്ഷേ നമുക്ക് വേണ്ട ഒരു സ്ട്രൈക്കർ തന്നെയാണ്. നാഷണൽ ടീമിലും തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തേണ്ട 11ൽ തന്നെ കളിപ്പിക്കേണ്ട ഒരു പ്ലെയറായിട്ട് സുഹൈൽ ഭട്ടിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പാർത്ഥിബ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫ് ദി ബോൾ മൂവ്മെൻറ്റ്സ് അത്ര മികച്ചതല്ല, പക്ഷേ ഓൺ ദ ബോൾ അദ്ദേഹം നല്ലതാണ്. സ്കോർ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഇന്നലെ നല്ലൊരു ഷോട്ട് ഓൺ ടാർഗറ്റും ഉണ്ടായിരുന്നു. പിന്നെ ജോസഫ് സണ്ണി അത്ര ഇമ്പ്രസ് ചെയ്യിച്ചില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ, ജോസഫ് സണ്ണി കുറച്ച് മിനിറ്റ്സ് കളിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അത്ര മികച്ചതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നൗഷാദ് മൂസ പോയി എന്നുള്ളതാണ്. ഇതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വീക്ക്നെസ്സസ് ഉള്ള പൊസിഷൻസിൽ ചില പ്ലേയേഴ്സിനെയും കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം കുറച്ച് മാച്ചസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. എനിക്കറിയാം സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് ഈ ഒരു AFC ക്വാളിഫയേഴ്സ് വരുന്നത്. അതിന് മുമ്പ് ടൈം ഇല്ല എന്നുള്ളത്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കൊക്കെ ആകാൻ തന്നെ വീണ്ടും ഒരു മാച്ചസ് ഇന്ത്യയിൽ തന്നെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ ക്ലബ്ബുകളൊക്കെ പ്രീ സീസണൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. നല്ല റെഡി ആയിട്ട് ഈ ഖത്തർ, ബഹ്റൈൻ, ബ്രൂണൈ ടീമുകളെ നേരിടാനും മാക്സിമം പോയിന്റ്സ് നേടാനും ആദ്യമായി അണ്ടർ 23ലേക്ക് ക്വാളിഫൈ ചെയ്യാനും കാരണമാകും. അതിനൊരു പൊട്ടൻഷ്യലൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഈ ഒരു ടീം എന്ന നിലയിൽ മികച്ച രൂപത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഡിഫൻസ് പ്രതീക്ഷ നൽകുന്നുണ്ട്, അതുപോലെ അറ്റാക്കിംഗ് സൈഡ് പ്രതീക്ഷ നൽകുന്നുണ്ട്. മിഡ്ഫീൽഡാണ് കുറച്ചും കൂടി ഒരു സെറ്റായിട്ട് വരേണ്ടത്. നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്ന അറ്റാക്കിംഗ് സൈഡിൽ 2 സ്കോറേഴ്സൊക്കെ വന്നു എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇനി പറയാനുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ 23 നമുക്ക് എവിഡൻ്റ് ആയിട്ട് തന്നെ കാണിച്ചു തന്നു ആരാണ് നാഷണൽ ടീമിൽ കേപ്പബിൾ ആയിട്ടുള്ളത്, ആരാണ് നാഷണൽ ടീമിൽ കേപ്പബിൾ അല്ലാത്തത് എന്നുള്ളത്. സീനിയർ ടീമിൽ ചില ഇമ്പോർട്ടൻറ്റ് മാച്ചസ് വരുമ്പോൾ ചില പുതുമുഖങ്ങളെ ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഈ അണ്ടർ 23 സീനിയർ ടീമിൻ്റേതെന്ന പോലെ ഒരു പാരലായിട്ട് നടത്തിയിട്ട് അവിടെ പ്രൂവ് ചെയ്ത താരങ്ങളെ സീനിയർ ടീമിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. കാരണം ലീഗ് സ്റ്റേജിലെ പ്രകടനവും ഇന്റർനാഷണൽ ഫുട്ബോളിലെ പ്രകടനവും അല്ലെങ്കിൽ അതിൻ്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. ഡിയർ AFF, ദിസ് ഈസ് ബേസിക്. കാരണം സീനിയർ ടീം എന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അണ്ടർ 23 ടീം. സീനിയർ ടീമിന് എത്ര മാച്ചസ് കിട്ടുന്നു അത്രയും തന്നെ മാച്ചസ് അണ്ടർ 23ക്കും കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് അണ്ടർ 20, അണ്ടർ 18, അണ്ടർ 16 കാറ്റഗറികളിലും യൂത്ത് ലീഗുകൾ പ്രോപ്പറായിട്ട് നടത്തിയിട്ട് അവിടെ ഏറ്റവും മികച്ച താരങ്ങളെ ഈ പറഞ്ഞ നാഷണൽ ടീമിൻ്റെ ഏജ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്കും റെഗുലറായിട്ട് മാച്ചസ് കൊടുത്തിട്ട് വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന രീതി. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഹ്യൂജ് ചേഞ്ചസ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ സീനിയർ ടീമിൽ ഉണ്ടാക്കാൻ പറ്റും. അത് ചെയ്യാൻ കഴിവില്ലെങ്കിൽ, പണമില്ലെന്ന ന്യായം പറയുകയാണെങ്കിൽ ആ പണം ഉപയോഗിച്ച് നിങ്ങൾ ഷൂവോ ചെരുപ്പോ വല്ലോ വാങ്ങിക്കുക, അത്ര തന്നെ. പറയുന്നത് നിങ്ങളോട് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് സബ്ടൈറ്റിൽ ഉൾപ്പെടെ ഇട്ടോളാം. കാരണം അണ്ടർ 23 എന്ന് പറയുന്നൊരു കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നത് കഴിഞ്ഞ 2 അണ്ടർ 23 മാച്ചസ് തീർച്ചയായിട്ടും മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സൈനിങ് ഓഫ്.